നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. പെരിഞ്ഞനം കൊറ്റംകുളത്ത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തെ ആക്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. മതിലകം അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി ദീപശിഖ റാലികൾ നടത്തി. തളിക്കുളത്തെ വീട്ടിൽ നിന്ന് മോഷണം നടത്തിയ ജോലിക്കാരിയെ സ്വർണം വിൽക്കാൻ സഹായിച്ച ആൾ അറസ്റ്റിൽ. വാർത്തകളിലേക്ക് വിശദമായി. പെരിഞ്ഞനം കൊറ്റംകുളത്ത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തെ ആക്രമിച്ച കേസിൽ യുവാവ് പിടിയിലായി. പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി കാക്കരാലി വീട്ടിൽ സമീറിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊറ്റംകുളത്തുള്ള ഹോട്ടലിന്റെ മുൻവശം പാർക്കിംഗ് ഏരിയയിൽ ബുധനാഴ്ച രാത്രി 11:30യോടെയായിരുന്നു സംഭവം. കൊറ്റംകുളം സ്വദേശിയായ മതിലകത്ത് വീട്ടിൽ സിജിലിനെ സ്ത്രീകളടക്കമുള്ള തന്റെ കുടുംബത്തിനെ അസഭ്യം പറഞ്ഞതിനെ ചോദ്യം ചെയ്തതിനുള്ള വിരോധത്താൽ കാറിന്റെ താക്കോൽ ഉപയോഗിച്ച് സിജിലിന്റെ മുഖത്തടിച്ചും ഇത് കണ്ട് തടയാൻ വന്ന ഉമ്മയെയും ഭാര്യയെയും മകളെയും ദേഹോപദ്രവമേൽപ്പിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർ അഭിലാഷ്, ASI അൻവറുദ്ദീൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീശൻ, സിവിൽ പോലീസ് ഓഫീസർ ഫറൂഖ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പടിയം കണ്ണംകുളങ്ങര നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്തായജ്ഞത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണ അവതാരവും ഭാഗവത പാരായണവും പ്രഭാഷണം നടന്നു. രാവിലെ ഉഷപൂജ, വിഷ്ണു സഹസ്രനാമജപം എന്നിവ നടന്നു. യജ്ഞാചാര്യൻ ഭാഗവതശ്രീ കിഴക്കേടത്ത് മാധവൻ നമ്പൂതിരി സപ്താഹയജ്ഞത്തിന് നേതൃത്വം നൽകി. തുടർന്ന് വൈകിട്ട് പ്രധാന കഥാസന്ദർഭത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണ അവതാരവും ഉണ്ടായി. ഏപ്രിൽ 20 ആരംഭിച്ച ശ്രീമദ് ഭാഗവത സപ്തായജ്ഞം ഞായറാഴ്ച സമാപിക്കും. നല്ല തൊപ്പിയും ഒരു കൂളിംഗ് ഗ്ലാസും ഷർട്ടിന്റെ മുകളിൽ ഒരു കോട്ടും പിന്നെ ഒരു പാൻറ്റും പിന്നെ ഒരു ഷൂ ഒക്കെ ഇട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്ന് ഭാഗവതം പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്നെ എപ്പോഴേ കെട്ടിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഓരോ ജോലിക്കും അതിൻ്റെതായിരിക്കുന്ന ചില വേഷവും വിധാനവും ഒക്കെ ഉണ്ട്. അതങ്ങനെ തന്നെയാവണം. കോടതി മുറിയിലേക്ക് കടക്കുന്ന വക്കീലിന് ഇന്ന രീതിയിലുള്ളതായ വേഷവിധാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ജഡ്ജിക്കും ഇന്ന രീതിയിലുള്ള വേഷവിധാനം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട വേഷത്തിൽ ജോലി ചെയ്യുമെന്ന് പറഞ്ഞ് ജോലി ചെയ്യാൻ അധ്യാപകർക്ക് അവകാശമില്ല. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഉടുപ്പിട്ട് ഞാൻ സ്കൂളിൽ പോകുമെന്ന് പറയാൻ കുട്ടികൾക്ക് അവകാശമില്ല. എന്താ ഈ വേഷവിധാനങ്ങൾ? അവരവരുടെ കർമ്മം, അവരവരുടെ ജീവിതം, അവരവരുടെ പാരമ്പര്യം, അവരവരുടെ ചിന്തകൾ, ഇതിനൊക്കെ അനുസരിച്ച് ഓരോന്നിനും വ്യത്യസ്തമായ രീതികളുണ്ട്. ക്ഷേത്രത്തിൽ ശാന്തി ചെയ്യുന്നവർക്ക് ഒരു വേഷവിധാനം അല്ലേ? ഈ വക കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തവരാണത്രേ ബ്രാഹ്മണര്. അവര് പിന്നെ വസ്ത്രം എടുക്കുന്ന എന്തിനാ? മറ്റുള്ളവർക്ക് നാണുണ്ടാവാണ്ടിരിക്കാൻ. സമൂഹത്തിന് ഞാൻ കാരണം ഒരു ഉപദ്രവം ഉണ്ടാവരുത് എന്ന് കരുതി എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നാണം മറിച്ച് നടക്കുന്നവരായിട്ടുള്ള ആളുകൾ. താന്നി ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ അധ്യക്ഷനായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈനി ബാലകൃഷ്ണൻ, വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ, ICDS സൂപ്പർവൈസർ EM ഫാത്തിമ, സെക്രട്ടറി സുനിത KV എന്നിവർ സംസാരിച്ചു. 1 ലക്ഷം രൂപ ചെലവഴിച്ച് 17 ഉപകരണങ്ങൾ 8 പേർക്കാണ് വിതരണം ചെയ്തത്. ഉപകരണങ്ങൾ കൊടുക്കുന്ന പദ്ധതിയാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. 1 ലക്ഷം രൂപ, അതായത് ഡോക്ടറുടെ നമ്മുടെ ഗ്രാമസഭകളിലൂടെ വികലാംഗര ഗ്രാമസഭകളിലെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ ഓരോ നിർദ്ദേശങ്ങൾ വാങ്ങിക്കുകയും വികലാംഗരുടെ ഒരു ക്യാമ്പ് തന്നെ വെച്ചുകൊണ്ട് ഭിന്നശേഷിക്കാരുടെയൊക്കെ ക്യാമ്പുകളൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് എന്താണ് ആവശ്യമെന്ന് വികലാംഗ കോർപ്പറേഷനിൽ നിന്ന് ഡോക്ടർ വന്ന് ഓരോരുത്തർക്കും എന്തെല്ലാം ഉപകരണങ്ങൾ വേണമെന്നുള്ള ഇത് നിജപ്പെടുത്തുകയും അതിനനുസരിച്ചുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള ഉപകരണങ്ങളാണ് നമ്മൾ ഇന്നിവിടെ വാങ്ങിയിട്ടുള്ളത്. 8 പേർക്കുള്ള ഉപകരണങ്ങളാണ് ഇന്ന് വന്നിട്ടുള്ളത്. 17 ഉപകരണങ്ങൾ. മതിലകം അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി ദീപശിഖ റാലികൾ സംഘടിപ്പിച്ചു. വോളിബോൾ മഹോത്സവ സന്ദേശം ജനങ്ങളിലേക്ക് പകർന്നും മൺമറഞ്ഞ നാടിന്റെ വോളി പ്രതിഭകളെ ഓർമ്മിപ്പിച്ചും സംഘടിപ്പിച്ച ദീപശിഖ റാലികൾ ഗ്രാമവീഥികളിൽ കായികാവേശം പ്രസരിപ്പിച്ചാണ് കടന്നുപോയത്.
മൺമറഞ്ഞ വോളി പ്രതിഭകളിൽ പള്ളിനടയിലെ നേവി ജോർജിന്റെ വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങൾ പകർന്നു നൽകിയ ദീപശിഖ KP രാജേഷ്, പ്രജിത്ത് സദാനന്ദൻ, അമൽ ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി. പുതിയകാവിലെ MA യൂസഫ് മാസ്റ്ററുടെ വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങൾ കൈമാറിയ ദീപശിഖ KH സഗീർ, KM റഷീദ്, BJ ജുലാഷ് എന്നിവർ സ്വീകരിച്ചു. തട്ടുങ്ങലിൽ വാഴൂർ ഗോപിനാഥിന്റെ സ്മരണകളെ തൊട്ടുണർത്തിയ ദീപശിഖ സീമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനു വേണ്ടി PM മുഹമ്മദ് അലി, നാസർ, നവാസ്, അലിമോൻ എന്നിവർക്ക് കൈമാറി. കുളിമുട്ടം KMAയിൽ നിന്ന് PK ചന്ദ്രശേഖരൻ കൊളുത്തി നൽകിയ ദീപശിഖയെ KP പ്രദീപ്, സുധീർ, ബിജു എന്നിവരും ഏറ്റുവാങ്ങി. മതിലകം പഞ്ചായത്തിലെ വിവിധ ക്ലബ്ബുകൾ, വായനശാലകൾ, കളിസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകുന്നേരത്തോടെ ദീപശിഖകൾ മതിലകം ന്യൂ വോളി ഗ്രൗണ്ടിൽ സംഗമിച്ചു. താളമേള വർണ്ണങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി നീങ്ങിയ ദീപശിഖ റാലി അഖിലേന്ത്യാ വോളി മാമാങ്കത്തിന്റെ ഉജ്ജ്വല വിളംബരമായി മാറി. സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ വോളിബോൾ സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയ MA യൂസഫ് മാസ്റ്റർ നേവി ജോർജ് സ്മാരക നഗറിലേക്ക് പ്രവേശിച്ച ദീപശിഖ മുൻ ഇന്റർനാഷണൽ വോളിബോൾ താരം ഗോപിദാസ് സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ചു. തളിക്കുളത്ത് വീട്ടിൽ നിന്ന് 5 പവൻ സ്വർണം മോഷ്ടിച്ച സംഭവത്തിൽ സ്വർണം വിൽക്കാൻ സഹായിച്ച ആൾ അറസ്റ്റിലായി. കഴിഞ്ഞ വർഷം നവംബറിലാണ് തളിക്കുളം കൊരയാട്ടുപറമ്പിൽ സുൽഫിക്കർ അലിയുടെ വീട്ടിലെ ജോലിക്കാരി സ്വർണം മോഷ്ടിച്ചത്. ഈ കേസിൽ തളിക്കുളം അറക്കാവിൽ ഫൗസിയയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മോഷണം മുതൽ വിൽക്കാൻ സഹായിച്ച രണ്ടാം പ്രതി കോഴിക്കോട് കള്ളിയാട്ടുപറമ്പ് KP വീട്ടിൽ രജീഷ് ബാബു എന്ന റാഷിദിനെയാണ് വലപ്പാട് പോലീസ് പിടികൂടിയത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശ്, സബ് ഇൻസ്പെക്ടർ വിനോദ്, ASI ഭരതനുണ്ണി, സിവിൽ പോലീസ് ഓഫീസർ പ്രണവ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കയ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. എടത്തിരുത്തി ഫൊറോന വികാരി ഫാദർ ജോഷി പാലിയേക്കര കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ വാഴപ്പള്ളി, കൈക്കാരന്മാരായ ആന്റണി വിധേയത്തിൽ, മണി കുരുതുകുളം എന്നിവർ നേതൃത്വം നൽകി. രാവിലെ നടക്കുന്ന തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് പുല്ലഴി സെന്റ് ജോസഫ് മെന്റൽ ഹെൽത്ത് കെയർ ഹോം ഡയറക്ടർ ഫാദർ രാജു അക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. കല്ലേറ്റുങ്കര വികാരി ഫാദർ സെബാസ്റ്റ്യൻ പഞ്ഞിക്കാരൻ സന്ദേശം നൽകും. തുടർന്ന് ഊട്ടുനേർച്ച നടക്കും. വൈകിട്ട് 5-ന് പ്രദക്ഷിണം, 7 മണിക്ക് ബാൻഡ് മേളം, 8-ന് വർണ്ണമഴ എന്നിവയും ഉണ്ടായിരിക്കും. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. മറ്റു വാർത്തകൾ നോക്കാം. അക്കിലോല പൂവൻ കുത്തി കണ്ണിലോല ക്ലിം അത്തിപ്പഴം കൊത്തിത്തുന്നു തത്തമ്മ. ഓ അപ്പൊ സി എന്താണത്? ഇതൊരു എൻട്രൻസ് മോഡൽ എക്സാം അല്ലേ? ഇതൊന്നും അൾട്ടിമേറ്റ്ലി വർക്ക് ആവില്ലട്ടാ. ഞാനൊരു ടെക്ക് പറയാം, ഇത് നോക്ക് നീ. Tom and Jerry, you don't worry, I will put you in the curry. ശല്യം ചെയ്യണ്ടിരിക്കോ? രണ്ടും കൂടെ എന്റെ കോൺസെൻട്രേഷൻ കളയോ? നോക്കട്ടെ നിന്റെ കോൺസെൻട്രേഷൻ. ഇതെന്തുട്ട് നോക്കിയപ്പോ ഉള്ള പാമ്പാ. എടാ, ഈ കറക്കിക്കുത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ട്യൂഷൻ പോണതിൻ്റെ ഒപ്പം അക്കാഡമി സൺഡേ എൻട്രൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിയറിയും എൻട്രൻസും ഒന്നിച്ച് സെറ്റാക്കാം. പിന്നെ ലാസ്റ്റ് ഒരു ക്രാഷ് കോഴ്സ് കൂടെ ചെയ്താൽ സംഭവം സെറ്റ് കിട്ടും. വെൺപട്ടിന്റെ
അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. EMI, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ചെലവ് ചുരുക്കണം. ഇങ്ങനെ പോയാൽ ട്രൗസർ അടക്കം ഊരി പണയം വെക്കേണ്ട അവസ്ഥ കാണുന്നു. അതിന് നിങ്ങളുടെ ട്രൗസറൊക്കെ ആര് പണയത്തിനെടുക്കാനാ? അതെ, പണയം വെക്കേണ്ടത് ട്രൗസർ അല്ല, നമ്മുടെ അലമാരിയിൽ വെറുതെ ഇരിക്കുന്ന ഗോൾഡാ. ആ കുറച്ച് സ്വർണം പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? അതിന് പണയം വെക്കേണ്ടതേ വേണാട് ഫിനാൻസിലാ. മറ്റെവിടത്തേക്കാൾ കൂടുതൽ തുക അവർ ഗ്രാമിന് നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ പണയം വെക്കുകയും ചെയ്യാം, ആവശ്യം കഴിഞ്ഞ് തിരിച്ചെടുക്കുകയും ചെയ്യാം. വെറുതെ നിങ്ങളുടെ തലക്ക് ടെൻഷൻ കൊടുക്കും വേണ്ട. വിശ്വസ്തയോടെ കൂടെ കൂട്ടാവുന്ന ഉത്തമ സഹായി വേണാട് ഫിനാൻസ് ഗ്രൂപ്പ്. ഫോൺ 9061548777. വാർത്തകൾ തുടരുന്നു. വെൽഫെയർ പാർട്ടി താന്യം പഞ്ചായത്ത് കമ്മിറ്റി സാഹോദര്യ പദയാത്ര സംഘടിപ്പിച്ചു. KM മുബാറക്ക് പദയാത്ര നയിച്ചു. കിഴിപ്പിള്ളക്കര സെന്ററിൽ നാട്ടിക മണ്ഡലം സെക്രട്ടറി നെസി ഹെഡശ്ശേരി പദയാത്ര ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം VA ഹാരിസ് ജാഥ ക്യാപ്റ്റൻ KM മുബാറക്കിന് പാർട്ടി പതാക കൈമാറി. കിഴിപ്പിള്ളക്കര ഹെൽത്ത് സെന്റർ കല്ലുംകടവ് വഴി താന്യം ശാന്തി നഗറിൽ എത്തിച്ചേർന്ന പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. ഹാരിസ് VA, അഫ്സൽ, അസ്ലം എന്നിവർ സംസാരിച്ചു. പാർട്ടിയുടെ പോഷക ഘടകങ്ങളായ FITUവിന് വേണ്ടി KM ജബ്ബാർ, പ്രവാസി ഘടകത്തിന് വേണ്ടി VA സലീം, വുമൺ ജസ്റ്റിസിന് വേണ്ടി സുൽഫത്ത് താന്യം, ഫ്രറ്റേണിറ്റിക്ക് വേണ്ടി നവാഫ് താന്യം, കിഴിപ്പിള്ളിക്കര യൂണിറ്റിന് വേണ്ടി പ്രസിഡന്റ് NM ഹാഷിഫ് എന്നിവർ ജാഥ ക്യാപ്റ്റന് ഹാരാർപ്പണം നടത്തി. ബഷീർ സെൻ, വാഹിദ്, അബ്ദുൾ റഹ്മാൻ കുട്ടി, VA നൌഷാദ്, ഇസ്മയിൽ റഷീദ്, മിസ് അബലി, സയ്യിദ് അബ്ദുള്ള, ഷഹീദ, MK റഹീമ, സുഹൈറ, റഹ്മത്ത്, സബിത സലീം, അസ്മ എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് കോതകുളം SN റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ 11ാം വാർഷികാഘോഷം 27-ാം തീയതി ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. SNRA പ്രസിഡന്റ് ഗിരി തയ്യൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് വിശിഷ്ടാതിഥിയാവും. വലപ്പാട് SHO MK രമേശ് മുഖ്യപ്രഭാഷണം നടത്തും. ബ്ലോക്ക് മെമ്പർ CR ഷൈൻ, വാർഡ് മെമ്പർ അനിത ത്രിദീപ് കുമാർ എന്നിവർ സംസാരിക്കും. തുടർന്ന് SNRA കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും തളിക്കുളം ഡാൻസ് ഗ്രൂപ്പും വലപ്പാട് മതംഗ ഡാൻസ് ഗ്രൂപ്പും അവതരിപ്പിക്കുന്ന നൃത്തപരിപാടിയും നടക്കും. SNRA പ്രസിഡന്റ് ഗിരി തയ്യിൽ, സെക്രട്ടറി P പുരുഷോത്തമൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മജീദ് MM, ബാബുരാജ് കൊല്ലാറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഇതിൽ പാവപ്പെട്ടവർ ആയിട്ട് നിർദ്ധരായിട്ടുള്ള അസുഖങ്ങൾ വന്നിട്ടുള്ള എല്ലാ പണ്ടും അതിനുവേണ്ടി അവിടെ ഒരു സെപ്പറേറ്റ് ഒരു വിങ് തന്നെയുണ്ട്. സഹായനിധി എന്ന് പറഞ്ഞൊരു വിങ് തന്നെയുണ്ട് ഞങ്ങൾ സഹായിക്കുന്നു. പഴുവിൽ മാധവ മാരാർ സ്മാരക സ്കന്ദ പുരസ്കാരം ചെണ്ട കലാകാരൻ അന്തിക്കാട് കൃഷ്ണപ്രസാദിനും ഇലത്താള കലാകാരൻ വെള്ളാങ്കല്ലൂർ അനൂപിനും നൽകുമെന്ന് പഴുവിൽ രഘു മാരാർ പത്രക്കുറിപ്പിൽ അറിയിച്ചു. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പള്ളിവേട്ട ദിവസമായ 28-ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് T രവീന്ദ്രൻ പുരസ്കാരം സമ്മാനിക്കും. 25,000 രൂപ ക്യാഷ് അവാർഡും പൊന്നാട, പ്രശസ്തിപത്രം, ഉപഹാരം എന്നിവയടങ്ങിയതാണ് സ്കന്ദ പുരസ്കാരം. പഴുവിൽ മാധവ മാരാരുടെ സ്മരണ നിലനിർത്തുന്നതിനായി അദ്ദേഹത്തിന്റെ കുടുംബം ഏർപ്പെടുത്തിയതാണ് ഈ പുരസ്കാരം. മണലൂർ മണ്ഡലം 5-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. DCC സെക്രട്ടറി PK രാജൻ ഉദ്ഘാടനം ചെയ്തു. പഹൽഗ്രാം ആക്രമണത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യൻ സൈന്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട മണലൂർ സ്വദേശി AG അഭിദേവിനെ ചടങ്ങിൽ ആദരിച്ചു. പഴയകാല കോൺഗ്രസ് നേതാക്കളെയും അനുസ്മരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും ആദരിച്ചു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ജിജി ജോൺസൺ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി KK ബാബു, VG അശോകൻ, KB ജയറാം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MB അരുൺ, KK പ്രകാശൻ, റോബിൻ വടക്കേത്തല, ടോണി അത്താണിക്കൽ, സോമൻ വടശ്ശേരി, PR അംബികേശൻ, AV ശങ്കുരു, ആനന്ദൻ തണ്ടാശ്ശേരി, ബാലൻ ചീരോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി ബെൽഗാമിൽ വെച്ച് കോൺഗ്രസിന്റെ ഒരു വലിയ സമ്മേളനം നടക്കുകയുണ്ടായി. അതിലെടുത്ത തീരുമാനപ്രകാരമാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായതിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഈ കുടുംബസംഗമം സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സംഗമത്തിന്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ജയ് ബാപ്പു മഹാത്മാഗാന്ധി, ജയ് ഭീം നമ്മുടെ ഭരണഘടനാ ശില്പി അംബേദ്കർ, ജയ് സംവിധാൻ നമ്മുടെ ഭരണഘടന, ഈ 3 കാര്യങ്ങളെയും തമസ്കരിക്കുന്ന നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന
കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കും തീരുമാനങ്ങൾക്കെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദി ആർട്സും മണലൂർ തുള്ളൽ കളരിയും സംയുക്തമായി പൈതൃക കലാപഠന ശിബിരം സംഘടിപ്പിച്ചു. മണലൂർ തുള്ളൽ കളരിയിൽ നടത്തിയ ചടങ്ങ് സ്വാമി എ ഹരിനാരായണൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. എന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം, പൈതൃക കലകൾ എന്ന് ആണ് നമ്മൾ പറയുന്നത്. അതായത് പാരമ്പര്യമായിട്ട് പൈതൃകമായിട്ട് നമുക്ക് കൈമാറി വരുന്ന ഒന്നാണ് ഈ കല. അതിനെ നമ്മൾ ദൈവികമായിട്ടൊരു സാന്നിധ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കല അഭ്യസിക്കുന്നവർക്ക് ഉണ്ടാവേണ്ട 3 ഗുണങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഗുണമാണ് ഡിവോഷൻ എന്നത്, ഭക്തി. 3 D ആണ് അതിനെ കുറിച്ചിട്ട് പറയാം. അതായത് ഡിവോഷൻ, ഡെഡിക്കേഷൻ ആൻഡ് ഡിസിപ്ലിൻ. ഡിവോഷൻ എന്ന് പറയുന്നത് ഭക്തി. നമ്മൾ അഭ്യസിക്കുന്ന കലയോടുള്ള ആഴത്തിലുള്ള ആ ഒരു പ്രണയവും ഒരു ആരാധനാഭാവവുമാണ് യഥാർത്ഥത്തിൽ ഭക്തി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മുടെ കലയോട് നമുക്ക് വരുന്ന ആ ഒരു ആരാധനാഭാവം വരുമ്പോൾ, അതിനെ ദൈവിക സാന്നിധ്യമായിട്ട് ആ കലയെ കാണുമ്പോൾ നമ്മൾ അഭ്യസിക്കുന്നത് മുഴുവൻ ഒരു പൂജയായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഒരു ആരാധനയായിട്ട് മാറുന്നു. അവിടെയാണ് ശരിക്കും കലയുടെ ആ ഒരു പുഷ്ടി ഉണ്ടാകുന്നത്. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ രാകേഷ് കണിയാമ്പറമ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി. IGNCA റീജിയണൽ ഡയറക്ടർ ഡോക്ടർ കെ രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. മണലൂർ തുള്ളൽ കളരി പ്രധാനാധ്യാപകൻ മണലൂർ ഗോപിനാഥ്, കലാമണ്ഡലം ജിനേഷ്, കൺവീനർ പ്രസീത ബൈജു, രക്ഷാധികാരി ജാതവേദൻ നമ്പൂതിരി, ബബിൽനാഥ് മണലൂർ, ഗാനഭൂഷണം ജയചന്ദ്രൻ മാസ്റ്റർ, കിഷോർ അന്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. കലാമണ്ഡലം ജിനേഷിന്റെ ഓട്ടംതുള്ളലും ഇരിങ്ങപ്പുറം ബാബു നേതൃത്വം നൽകിയ ചെണ്ട പഠന ക്ലാസ് നടത്തി. തുടർന്ന് ബ്രഹ്മകുളം സുമേഷിന്റെ പ്രമാണത്തിൽ തുള്ളൽ കളരിയിലെ കുട്ടികളുടെ പഞ്ചാരി മേളവും ഉണ്ടായിരുന്നു. മണലൂർ പഞ്ചായത്തിൽ 14-ാം വാർഡിലെ കൃഷി കൂട്ടായ്മ വിളയിച്ച തണ്ണിമത്തൻ, പടവലം, വഴുതിന, തക്കാളി, മത്തൻ എന്നിവയുടെ വിളവെടുപ്പ് നടത്തി. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ജിഷ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. VG അശോകൻ, സുരേഷ് ബാബു, ധർമ്മൻ കണ്ടൻചിറയത്ത്, കൃഷി ഓഫീസർമാരായ ഹരീഷ്, ശ്വേത തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെൻറ് ഈ കൃഷിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഈ മാസം 30-ാം തീയതി മുതൽ കൃഷിയുടെ അനുബന്ധമായിട്ട് ഓണത്തിനുള്ള പച്ചക്കറിയായിട്ട് മുന്നോട്ട് ഇറങ്ങാൻ പറഞ്ഞു. അതിനൊക്കെ ഒരു പണത്തൂക്കം മുന്നിലായിട്ട് ധർമ്മേട്ടൻ കണ്ടറിഞ്ഞുകൊണ്ട് കൃഷി ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു പുള്ളി വരുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സംസാരിച്ചത്. ഒന്നും മുറിച്ച് തരുമോ പച്ചക്കറി, അങ്ങനെയാണ് ആൾ പറഞ്ഞത്. തനി എന്താ പറയുക, നാടൻ സ്റ്റൈലിൽ. അതിന് തീരെ കലർപ്പില്ലാത്ത പച്ചക്കറി പോലെ തന്നെ തീരെ കലർപ്പില്ലാതെ മായമില്ലാതെ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ തോന്നിയപ്പോൾ ആൾ പറഞ്ഞത് കാലത്ത് മുതൽ വൈകിട്ട് വരെ പറമ്പിൽ കിടന്ന് നടക്കും. പറമ്പിൽ സത്യം പറഞ്ഞ ചെടികളോട് സംസാരിച്ച് ഒക്കെ കൃഷി ചെയ്ത് എടുക്കാമെന്നൊക്കെ പറയുമ്പോൾ അതിനൊരു എന്താ പറയണ്ടേ, മണ്ണും മനസ്സും തമ്മിലുള്ള അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒരു താതാത്മ്യപ്പെടണം. അത് ശ്രീ ധർമ്മേട്ടൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പറ്റാവുന്ന പച്ചക്കറി കൃഷികളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിൽ തന്നെ മുതൽ കൂട്ടാവുന്ന രീതിയിൽ ചെയ്ത പ്രവർത്തനത്തിന് മണലൂർ ഗ്രാമപഞ്ചായത്ത് ഏറ്റവും നല്ല രീതിയിൽ എന്താ പറയേണ്ടത് ശ്ലാഘിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന കൃഷി ഓഫീസർ അസിസ്റ്റൻ്റ് ടീമുകളൊക്കെ കൂടെ വന്ന് ഇതിന് നേതൃത്വം കൊടുക്കാറുണ്ട്. അവരെയും പഞ്ചായത്തിൻ്റെ ഒപ്പം തന്നെ ഇതിന് നേരമേക്ക് സത്യം പറഞ്ഞാൽ കൃഷി ഓഫീസർക്ക് വീട് എടുക്കുന്നത് വഴി അകലെയാണ്. പക്ഷേ മണലൂരിൽ വീണ്ടും മോഷണം. മണലൂർ സെന്റ് തേരസ സ്കൂളിന് സമീപം കണ്ടങ്ങത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ 3 ഭണ്ഡാരങ്ങളുടെ പൂട്ട് പൊളിച്ച് പണം കവർന്ന നിലയിലാണ്. വെള്ളിയാഴ്ച രാവിലെ ശാന്തി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് വിവരം അറിയുന്നത്. ഉടനെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെ വിവരം അറിയിക്കുകയായിരുന്നു. അന്തിക്കാട് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മണലൂർ പഞ്ചായത്തിലെ കണ്ടശങ്കടവ് വെണ്ണയ്ക്കൽ ക്ഷേത്രത്തിൽ മോഷണശ്രമം നടന്നിരുന്നു. മോഷണം തുടർക്കഥയായിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്നും ശരിയായ അന്വേഷണം ഉണ്ടാകുന്നില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചു. ഒരിടവേള കൂടി.
ബിഗ് അക്ഷയ തൃതീയ ഓഫർ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃപ്രയാറിൽ. അക്ഷയ തൃതീയയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ സ്വർണ്ണ കോയിൻ, സിൽവർ കോയിൻ, പട്ടുസാരി തുടങ്ങി കൈ നിറയെ സമ്മാനങ്ങൾ. അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഗോൾഡ് റേറ്റിന്റെ 3% മാത്രം നൽകി കുറഞ്ഞ റേറ്റിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ സുവർണാവസരം. ഡയമണ്ട് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. 1 ലക്ഷത്തിലധികം ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ നീണ്ട നിര. സ്വർണ്ണാഭരണങ്ങൾ കൂടാതെ വെള്ളി ആഭരണങ്ങൾക്ക് മാത്രമായി എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃപ്രയാർ ജംഗ്ഷൻ. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614. Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഈ അക്ഷയ തൃതീയ നാളിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം. ഏപ്രിൽ 28, 29, 30 തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. സുഭദ്രം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ 25% ഡിസ്കൗണ്ട്. കൂടാതെ 6 മാസത്തേക്ക് മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം 0% പണിക്കൂലിയിൽ. ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാം മികച്ച ഓഫറുകളോടെ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ചാഴൂർ തിയേറ്റർ ആർമിയെ സംഘടിപ്പിച്ച കുട്ടികളുടെ ത്രിദിന നാടകശില്പശാല സമാപിച്ചു. നാടക സംവിധായകനും തിയേറ്റർ പരിശീലകനും തിരക്കഥാകൃത്തുമായ TV ബാലകൃഷ്ണൻ നാടകശില്പശാല നയിച്ചു. സമാപന ചടങ്ങ് നടനും നാടക സംവിധായകനുമായ സുർജിത്ത് നിർവഹിച്ചു. ഇനി ഭയങ്കര കഷ്ടപ്പാടാണ്. കഷ്ടപ്പാടിന്ന് കലയുണ്ടാവില്ല. കഷ്ടപ്പാടിന്നാണ് കല ഉണ്ടാവുന്നത്. കഷ്ടപ്പാടും വേണ്ട, കലയും വേണ്ട. നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ ഇഷ്ടം. അപ്പൊ കല ഉണ്ടാവുന്നത് നമ്മുടെ മനസ്സിന്റെ ചില പ്രശ്നങ്ങളിൽ നിന്നാണ് കല ഉണ്ടാവുന്നത്. മനസ്സെവിടെയാണ്? എവിടെ? നമുക്ക് മനസ്സ് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പല്ലെവിടെയും നമുക്ക് കാണിക്കാം, നാക്ക്, മൂക്ക് എല്ലാം, മുടി എല്ലാം നമുക്ക് കാണിക്കാം. പക്ഷേ മനസ്സെവിടെയും നമുക്ക് കാണിക്കാൻ പറ്റില്ല. അങ്ങനെ കാണിക്കാൻ പറ്റാം, കാണാൻ പറ്റാം. എന്നാൽ വളരെ പ്രധാനമായിട്ട് ഒരു കാര്യത്തിന്റെ പ്രതിസന്ധികളെ
അതായത് മനസ്സിന്റെ പ്രതിസന്ധികളെയാണ് കല കൊണ്ട് നമ്മൾ പരിഹരിക്കുന്നത്. മസൂദ്, കെ ബിജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ ക്യാമ്പിൽ ചിട്ടപ്പെടുത്തിയ നാടകം അവതരിപ്പിച്ച് ആസ്വാദകരുടെ പ്രശംസയും നേടി. തിയേറ്റർ ആർമി സ്ഥാപകനും എക്സ് ലാബ് ഡയറക്ടറുമായ സജീവ് രാമൻ നമ്പിയത്ത് കുട്ടികളുമായി ഓൺലൈനിലൂടെ സംവദിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്നുപെടുക യൂണിറ്റിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, 1600 രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നിടത്ത് വ്യാപാര ക്ഷേമനിധി പെൻഷൻ നമുക്ക് 1300 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അത് ഗവൺമെൻറ് പറഞ്ഞ ന്യായീകരണം 600 രൂപയോളം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലഭിക്കുന്നതൂടെ ചേർത്താണ് 1600 മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. വ്യാപാര മേഖലയിൽ നിൽക്കുന്നവർക്ക് ആ നോംസ് അനുസരിച്ചല്ല എല്ലാവർക്കും കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ തുക കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് 1300 തരാൻ പറ്റൂ എന്ന് ശക്തമായി ഞാനും നസ്രുദ്ദീനും അടക്കം പല പ്രാവശ്യം ധനമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ എങ്കിലും അത് നടപ്പാക്കാൻ തയ്യാറായി. എന്നാൽ നമ്മുടെ സംഘടന ശക്തി മനസ്സിലാക്കി അതിശക്തമായ നിലപാടുകൾ എടുത്തപ്പോൾ ഇന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ അതേ തുക തന്നെ കാറുള്ള, AC ഉള്ള, വലിയ വീടുള്ള, ക്ഷേമനിധിയിൽ വല്ലപ്പോഴും ഒരു വർഷം പണ്ട് 25 രൂപയായിരുന്നു, ഇപ്പോൾ വർഷം 500 രൂപ അടച്ച് 60 വയസ്സ് വരെ അടച്ചിട്ടുള്ളവർക്ക്, പരമാവധി 10 വർഷം അടച്ചിട്ടുള്ളവർക്ക് 1600 തിരിച്ചു കൊണ്ടുവരുവാൻ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞു എന്ന് അഭിമാനത്തോട് പറയാം. യൂണിറ്റ് പ്രസിഡന്റ് MKM ഇക്ബാൽ അധ്യക്ഷനായി. സുവർണ ജൂബിലി സുവനീർ ET ടൈസൺ MLA പ്രകാശനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായി മരിച്ച യൂണിറ്റ് മെമ്പർ ഷാജിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ചെക്ക് KV അബ്ദുൽ ഹമീദ് കൈമാറി. ആഘോഷ കമ്മിറ്റി ചെയർമാൻ MS സിദ്ദിഖ്, ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ, മണ്ഡലം കൺവീനർ സച്ചിദാനന്ദൻ, ആഘോഷ കമ്മിറ്റി കൺവീനർ MB മുബാറക്, പഞ്ചായത്ത് അംഗങ്ങളായ CJ പോൾസൺ, ബീന സുരേന്ദ്രൻ, PA ഇസ്ഹാഖ്, അജയ് ഘോഷ്, UY ഷമീർ, KB ബീന, മുഹമ്മദ് ചാമക്കാല എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് മുൻ ഭാരവാഹികളായ നാരായണൻകുട്ടി, ഹംസ വൈപ്പീസ്, അബ്ദു, ജയറാം മൊണാലിസ, ഹരിദാസ് എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. തുടർന്ന് മെഗാ ഷോ അരങ്ങേറി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ 25ാം തൃശൂർ ജില്ലാ സമ്മേളനം ഈ മാസം 27-28 ദിവസങ്ങളിലായി അരിമ്പൂർ ശ്രീ ഗുരുദേവ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ, ട്രഷറർ PM പുഷ്പകുമാരി, സ്വാഗത സംഘം ചെയർമാൻ KA ജോയ്, BV ജിഷ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിൽ 205 യൂണിറ്റും 39 ഏരിയ കമ്മിറ്റിയുമുള്ള അസോസിയേഷൻ 1981 രൂപവൽക്കരിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബലമില്ലാതെ അവരുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രതിരോധങ്ങളെ അതിജീവിച്ചാണ് അവകാശങ്ങൾക്കായുള്ള പോരാട്ടം നടത്തി അസോസിയേഷൻ 43 വർഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചാരിറ്റബിൾ ട്രസ്റ്റും സ്വയം സഹായ സംഘങ്ങളും തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ടാണ് പ്രവർത്തനം. ടൈലർ ടച്ച് എന്ന ബ്രാൻഡിന്റെ പേരിൽ വസ്ത്രനിർമ്മാണം ആരംഭിച്ച് വിപണനവും ഏറ്റെടുത്ത് 50 വിൽപ്പന കൗണ്ടറുകൾ തുറന്ന് മുന്നേറ്റം തുടരുന്ന ഘട്ടത്തിലാണ് സമ്മേളനം നടത്തുന്നത്. ജില്ലയിലെ 65,348 അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 319 അംഗങ്ങൾ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും. 27 രാവിലെ 9:30 കുന്നത്തങ്ങാടി പള്ളിനടയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനത്തിൽ 3000-ലധികം പേർ പങ്കെടുക്കും. തുടർന്ന് 10:40 നടക്കുന്ന സമ്മേളനം മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ് അധ്യക്ഷത വഹിക്കും. ഉച്ചയ്ക്ക് 2:50 നടക്കുന്ന പ്രതിനിധി സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി NC ബാബു ഉദ്ഘാടനം ചെയ്യും. 28 രാവിലെ 9:45 പൊതുചർച്ചയും തുടർന്ന് ഉച്ചയ്ക്ക് 12:45 പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് ശേഷം കലാപരിപാടികളും നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു.
SSF സ്ഥാപക ദിനമായ 29-ന് ശരികളുടെ ആഘോഷം എന്ന തലക്കെട്ടിൽ ഡിവിഷൻ സമ്മേളനം ചിറക്കലിൽ നടത്തുമെന്ന് ഡിവിഷൻ പ്രസിഡന്റ് മുഹമ്മദ് ബിലാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഴുവിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനത്തിന് ശേഷം ഹിയാത്തുൽ ഇസ്ലാം മദ്രസയിൽ വൈകുന്നേരം 4:30 നടക്കുന്ന സമ്മേളനം SYS ജില്ലാ പ്രസിഡന്റ് ബഷീർ അഷ്റഫി ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 7-ന് SSF സംസ്ഥാന സെക്രട്ടറി അനസ് അമാനി മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താസമ്മേളനത്തിൽ ഡിവിഷൻ സെക്രട്ടറിമാരായ മുഹമ്മദ് ഷാഫി, മഖ്ദൂം സൈദി, മുഹമ്മദ് അലി എന്നിവരും സംബന്ധിച്ചു. വിദ്യാർത്ഥി സംഘടനയുടെ 53-ാം സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ഡിവിഷൻ സമ്മേളനം നടക്കുന്നത് വരുന്ന ഏപ്രിൽ 29-നാണ് നമ്മുടെ ഡിവിഷൻ സമ്മേളനം നടക്കുന്നത്. വഖഫ് നിയമ ഭേദഗതി ബിൽ പിൻവലിക്കുക, ആരാധനാലയ സംരക്ഷണ നിയമം അട്ടിമറിക്കരുത് എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച സമസ്ത വഖഫ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 29-ന് തൃശ്ശൂരിൽ നടത്തുന്ന മഹാറാലിക്ക് പിന്തുണ പ്രഖ്യാപിച്ച ചൂലൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ജുമാ നമസ്കാര ശേഷം ഐക്യദാർഢ്യപ്രതിജ്ഞ ചെയ്തു. മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് KV മുഹമ്മദ് ഹാജി, ചെയർമാൻ MK ഹുസൈൻ, മഹല്ല് സെക്രട്ടറി BA ഇസ്മയിൽ, ട്രഷറർ മുഹഫസിൽ അലി എന്നിവർ നേതൃത്വം നൽകി. മഹല്ല് ഖത്തീബ് മുഹമ്മദ് മുസ്തഫ ദാരിമി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. PP മുസ്തഫ മൗലവി, മൊയ്തീൻ ഖാത്തിബ് ഉസ്താദ്, മഹല്ല് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ KK ഹംസ, ഷാജി കണ്ണങ്കലകത്ത്, ജോയിന്റ് സെക്രട്ടറിമാരായ അബ്ദുള്ള പഴമ്പുള്ളി, സലീം പോക്കാക്കലത്ത്, മുൻ മഹല്ല് ട്രഷറർ MK സെയ്ദു മുഹമ്മദ് ഹാജി എന്നിവർ സംസാരിച്ചു. ഭാഗമാണ് പുതിയ വഖഫ് ഭേദഗതി നിയമം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്കും ഒരു മുസ്ലിം എന്ന നിലക്കും ജനാധിപത്യപരമായി അതിനെതിരെ പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള എൻ്റെ അവകാശങ്ങൾ ഞാൻ ബോധവാനാണ്. മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഭരണഘടന അവകാശങ്ങളെ ഹനിച്ചുകൊണ്ട് വഖഫ് സ്വത്തുക്കളുടെ മേൽ അധികാര പ്രയോഗം നടത്തി പിടിച്ചെടുക്കാനുള്ള ഗൂഢശ്രമങ്ങളുടെ ഭാഗമാണ് പുതിയ വഖഫ് ഭേദഗതി നിയമം. ചോർന്നൊലിക്കുന്ന പുരയിൽ നിന്നും ചിതൽ വീണ് ഭക്ഷണം കഴിക്കാനാവാതെ ബുദ്ധിമുട്ടിയ അമ്മയ്ക്ക് ഒരു സ്വപ്ന ഭവനം നൽകി നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികൾ സ്കൂളിലെ പാചക തൊഴിലാളി ദമയന്തി അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചു. അമ്മയ്ക്ക് വിദ്യാർത്ഥികൾ വിവിധ ചലഞ്ചുകളിലൂടെ സമാഹരിച്ച 8 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വീടിന്റെ പാലുകാച്ചലും താക്കോൽ ദാനവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു മെയ് 1-ന് നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 1-ന് രാവിലെ 11:30-ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു താക്കോൽ ദാനം നിർവഹിക്കും. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷത വഹിക്കും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, കേരള സ്റ്റേറ്റ് NSS ഓഫീസർ ഡോക്ടർ RN അൻസാർ, കൊടുങ്ങല്ലൂർ DYSP VK രാജു, വലപ്പാട് SHO MK രമേശ്, SN ട്രസ്റ്റ് എഡ്യൂക്കേഷണൽ സെക്രട്ടറി EG ബാബു, ചലച്ചിത്ര താരം റിയ ഇഷ, സ്കൂൾ ലോക്കൽ മാനേജർ PK പ്രസന്നൻ, നാട്ടിക SNDP യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് എന്നിവർ മുഖ്യാതിഥികളാവും. NSS യൂണിറ്റിന്റെ 2ാമത്തെ വീടാണ് മെയ് 1-ന് നൽകാൻ പോകുന്നത്. സ്കൂളിലെ നിർധനനായ ഒരു വിദ്യാർത്ഥിക്ക് NSS യൂണിറ്റ് മുൻപ് വീട് പണിത് നൽകിയിരുന്നു. ഇതുകൂടാതെ ഒരു വിദ്യാർത്ഥിയുടെ ജപ്തി നടപടി നേരിട്ട വീടിന്റെ ആധാരം NSS യൂണിറ്റ് പണം അടച്ച് തിരിച്ചെടുത്ത് നൽകിയിരുന്നു. NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് ഉൾപ്പെടെ വിവിധ ചലഞ്ചുകൾ നടത്തിയും നാട്ടുകാരുടെയും അധ്യാപകരുടെയും സഹായം കൊണ്ടാണ് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ ജയ ബിനി GSB, സ്കൂൾ ലോക്കൽ മാനേജർ PK പ്രസന്നൻ, NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, ഹെഡ്മിസ്ട്രസ് മിനിജ R വിജയൻ, PTA പ്രസിഡന്റ് PSP നസീർ, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ഷൈജ EB എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. SN ട്രസ്റ്റ് സ്കൂളിലെ NSS യൂണിറ്റ് കുട്ടികളും ഒക്കെ ചേർന്ന് ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കഴിഞ്ഞു. മെയ് 1-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട ബിന്ദു മിനിസ്റ്റർ താക്കോൽ ദാനം പാലുകാച്ചി താക്കോൽ ദാനം ചെയ്യുകയാണ്. തൃപ്പയാർ ലയൺസ് ക്ലബ്ബിൽ ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനവും കുടുംബസംഗമവും നടന്നു. തൃപ്പയാർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പിലയും ലീന ജെയിംസും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സാനി ജോസഫ്, വൈസ് പ്രസിഡന്റ് ഏകലഭ്യൻ, ട്രഷറർ ജ്യോതി തോമസ്, സെക്രട്ടറി CR ഗണേഷ്, ആനി ജോസഫ്, വ്യാസബാബു, RIM സക്കറിയ, മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ദീപക് എന്നിവർ സംസാരിച്ചു.
ലിയോസ് ക്ലബ്ബ് ജില്ലാ പ്രസിഡന്റ് അമരിൻ ഗെയ്സ് ആന്റണിയും ഡിസ്ട്രിക്ട് ഗവർണറും കൂടി ചേർന്ന് ജില്ലാ കൾച്ചറൽ ഫെസ്റ്റിൽ വിജയികളായവർക്ക് ട്രോഫികൾ സമ്മാനിച്ചു. തൃപ്പയാർ റീജിയന് ലഭിച്ച ഓവറോൾ ട്രോഫി യോഗത്തിൽ വെച്ച് ഡിസ്ട്രിക്ട് ഗവർണർ കൈമാറി. നാട്ടിക പഞ്ചായത്തിലെ അവശത അനുഭവിക്കുന്ന 3 പേർക്ക് ചികിത്സാ സഹായവും വിതരണം ചെയ്തു. തൃപ്പയാർ ലയൺസ് ക്ലബ്ബിലെ 6 പുതിയ അംഗങ്ങളുടെ സ്ഥാനാരോഹണവും ചടങ്ങിൽ നടത്തി. മെഡിക്കൽ ക്യാമ്പുകളും എല്ലാ മാസം നടത്തുന്ന ഈ ക്യാമ്പുകളും യോഗ ക്ലാസുകളും അടക്കം ഒരുപാട് മേഖലകളെ മുഴുവൻ ലയൺസ് ക്ലബ്ബ് പ്രസ്ഥാനം നിങ്ങളോട് പറയുന്ന എല്ലാ മേഖലയിലും വിസ്തൃതമായ സേവനം കാഴ്ചവെച്ച് തൃപ്പയാർ ലയൺസ് ക്ലബ്ബ് എന്ന് പറയുന്ന വലിയ ക്ലബിന്റെ അഭിമാനം കാത്തു സൂക്ഷിച്ചു. ഈ വർഷവും ടീം സാനിയും ഗണേഷും ജ്യോതിയും ഈ വർഷം 10 പുതിയ മെമ്പർമാരെ ചേർത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ LC ഫണ്ട് ഈ ക്ലബിൽ നിന്ന് നൽകിക്കൊണ്ട് ഈ ക്ലബിനെ എക്സലൻസ് അവാർഡ് വാങ്ങിക്കുന്ന ആ ഒരു വലിയ കാര്യം പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഈ ടീം ഇപ്പോൾ ഇന്നത്തെ ബോർഡ് മീറ്റിംഗിന് ശേഷം ഇരിക്കുന്നത്. ഇനി നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിഞ്ഞനം കൊറ്റംകുളത്ത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തെ ആക്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. മതിലകം അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി ദീപശിഖ റാലികൾ നടത്തി. തളിക്കുളത്തെ വീട്ടിൽ നിന്ന് മോഷണം നടത്തിയ ജോലിക്കാരിയെ സ്വർണം വിൽക്കാൻ സഹായിച്ച ആൾ അറസ്റ്റിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.